നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. രാഷ്ട്രീയ കേരളം മൂന്നാം നാൾ വിധിയെഴുതും. പരസ്യപ്രചാരണത്തിന് നാളെ കലാശക്കൊട്ട്. അവസാന ലാപ്പിൽ കളം നിറഞ്ഞ് ദേശീയ നേതാക്കൾ. LDF സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 900 വാഗ്ദാനങ്ങളിൽ 97% നടപ്പിലാക്കിയെന്ന് നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധി കാഴ്ചപ്പാടില്ലാത്ത നേതാവെന്നും ഇന്ദിരാ ഗ്യാരണ്ടി വ്യാജ ഗ്യാരണ്ടിയെന്നും രാജീവ് ചന്ദ്രശേഖർ. തൃശൂരിൽ വോട്ടിന് കിറ്റ് നൽകിയതിൽ ഗോഡൌൺ ഉടമയ്ക്കും ഓർഡർ നൽകിയ വ്യക്തിക്കുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ കേസ്. സ്വീകരണ പര്യടനത്തിനിടെ ഐഷ പോറ്റിയെ അസഭ്യം വിളിച്ചെന്ന പരാതിയിൽ 2 CPM പ്രവർത്തകർക്കെതിരെയും കേസ്. കാസർകോട്ടെ LDF സ്ഥാനാർത്ഥിക്ക് എതിരായ മുനാഫിക് പരാമർശത്തിൽ ലീഗ് നേതാക്കൾക്കെതിരെ സമസ്തയിൽ കടുത്ത എതിർപ്പ്. വയനാട് തുരങ്കപാത നിർമ്മാണത്തിനെതിരെ പ്രകൃതി സംരക്ഷണ സമിതി നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. തുരങ്കപാത പ്രധാനപ്പെട്ടതെന്നും സംസ്ഥാനത്തിന്റെ ജീവനാഡിയെന്നും കോടതിയുടെ നിരീക്ഷണം. നിർമ്മാണത്തിനുള്ള നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ ചെന്നൈ ഗ്രീൻ ട്രിബ്യൂണലിനെ സമീപിക്കാമെന്ന് നിർദ്ദേശം. ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തോട് ഇറാന്റെ പ്രതികരണം. അമേരിക്കയ്ക്കുള്ള തിരിച്ചടി കനത്തതായിരിക്കുമെന്ന് ഇറാൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ട്രംപ് നൽകിയ സമയപരിധി നാളെ അവസാനിക്കും. ഹോർമൂസ് കടലിടുക്ക് വഴി 24 മണിക്കൂറിനിടെ 15 കപ്പലുകൾ കടന്നതായി ഇറാൻ മാധ്യമങ്ങൾ. അബുദാബിയിലേക്ക് ഇറാന്റെ ശക്തമായ വ്യോമാക്രമണം പ്രതിരോധിച്ചുവെന്ന് UAE പ്രതിരോധ മന്ത്രാലയം. ലൈംഗികാതിക്രമ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ച ശേഷം രഞ്ജിത്തിന്റെ കസ്റ്റഡി വീണ്ടും ആവശ്യപ്പെടുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. അതിക്രമത്തെക്കുറിച്ച് സെറ്റിലുള്ളവർക്ക് അറിവുണ്ടായിരുന്നുവെന്നും കമ്മീഷണർ. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി രഞ്ജിത്ത്. ആരോഗ്യസ്ഥിതി പരിഗണിക്കണമെന്ന ആവശ്യം. IPL ഇന്ന് കൊൽക്കത്ത പഞ്ചാബിനെ നേരിടും. സീസണിലെ 3ാമത്തെ പരാജയം ഏറ്റുവാങ്ങി ചെന്നൈ. റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ജയം 43 റൺസിന്. 3ാം മത്സരത്തിലും നിരാശപ്പെടുത്തി സഞ്ജു സാംസൺ. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി അധിക ദിവസമില്ല. വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പാണ്. പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ നെട്ടോട്ടമോടി സ്ഥാനാർത്ഥികൾ. അവസാനവട്ട പാച്ചിലിൽ ദേശീയ നേതാക്കളടക്കം താരപ്രചാരകർ സംസ്ഥാനത്തുണ്ട്. ഹരിപ്പാട് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റോഡ് ഷോ. പാലക്കാട് കോട്ട മൈതാനത്ത് രമേശ് പിഷാരടിക്ക് വേണ്ടി പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി. തൃശൂരും പര്യടനം. ശിവരാജ് സിംഗ് ചൗഹാനും പാലക്കാട് പ്രചാരണത്തിനെത്തിയിട്ടുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഒല്ലൂരിലാണ്. DK ശിവകുമാർ പ്രചാരണത്തിന് സംസ്ഥാനത്തുണ്ട്. മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ ഇന്ന് ധർമ്മടത്താണ്. പ്രിയങ്ക ഗാന്ധി പേരാവൂരിൽ സംസാരിക്കുന്നു. നിലമ്പൂരും മുക്കത്തും പ്രചരണത്തിനെത്തും. പ്രകാശ് കാരാട്ട് കാസർകോടാണ്. 100ലേറെ സീറ്റുകൾ എന്ന ക്യാമ്പയിന് അവസാന ലാപ്പിൽ കരുത്തേകാൻ UDF അശ്രാന്ത പരിശ്രമത്തിലാണ്. വികസന നേട്ടം അക്കമിട്ടുകൊണ്ട് അവസാന മണിക്കൂറുകളിൽ കളനിറയ്ക്കാൻ ഒരുക്കത്തിലാണ് LDF. രണ്ടാം പിണറായി സർക്കാരിന്റെ 5ാം പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പുറത്തിറക്കി. 2021 പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങളിൽ 97% പൂർത്തിയാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. റിപ്പോർട്ട് CPI സംസ്ഥാന കൗൺസിൽ അംഗം CN ചന്ദ്രന് കൈമാറി. എത്ര കാര്യങ്ങൾ നടപ്പാക്കി അത് ജനങ്ങൾ അറിയേണ്ടതാണ്. 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ 900 വാഗ്ദാനങ്ങളിൽ 874 വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുകയോ അല്ലെങ്കിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തു. വീടും ഭൂമിയും എന്ന സാധാരണക്കാരന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. 5 ലക്ഷം വീടുകളും 4.5 ലക്ഷം പട്ടയങ്ങളും കൈമാറി. പെൻഷൻ വർദ്ധിപ്പിക്കുകയും സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപയും ഡിഗ്രി പഠനം വരെ സൗജന്യമാക്കിയതായും PSC വഴി 3.5 ലക്ഷം നിയമനങ്ങൾ നടത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തൊരിടത്തും അതിനു മുൻപോ അതിനുശേഷമോ
ഇത്തരം ദേശീയപാതകളുടെ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ വിഹിതം കൊടുത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷ ക്ഷേമവും തുല്യനീതിയും ഉറപ്പാക്കി. JB കോശി കമ്മീഷനിലെ 220 ശുപാർശകൾ നടപ്പിലാക്കി. കേരയിൽ പദ്ധതിക്ക് പകരം RRT പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉയർത്തിയ 5 ഗ്യാരണ്ടിയെ പിണറായി പരിഹസിച്ചു. ആദ്യം കുട്ടീന്റെ വീട് വെച്ചു കൊടുക്കട്ടെ. വയനാട്ടിലൊരു കുട്ടി, എന്തൊരു ആ കുട്ടീന്റെ പേര്, ആ വീട് ആദ്യം വെച്ചു കൊടുക്കട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിലയുണ്ടെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ എന്തും പറയാലോ. സംതൃപ്തിയുടെ നിറവിൽ രണ്ടാം പിണറായി സർക്കാർ എന്ന മുഖവുരയോടെയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി പദവും 6 മന്ത്രിമാരും മുസ്ലിം ലീഗിനുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇക്കാര്യത്തിൽ യഥാർത്ഥ ഡീൽ കോൺഗ്രസും ലീഗും തമ്മിലാണ്. കോൺഗ്രസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി വ്യാജ ഗ്യാരണ്ടിയാണെന്നും തെലങ്കാനയിൽ ഇതേ ഗ്യാരണ്ടി നൽകി ജനങ്ങളെ പറ്റിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. രാഹുൽ ഗാന്ധി വന്ന ശേഷം കോൺഗ്രസ് കാഴ്ചപ്പാടില്ലാത്ത പാർട്ടിയായി അധപതിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് അവർ ഗ്യാരണ്ടി മുമ്പോട്ട് വയ്ക്കുന്നത്. ഇന്ദിരാഗാന്ധി ഒരു മുതിർന്ന നേതാവായിരുന്നു, ഇന്ത്യൻ്റെ ഒരു നല്ല ലീഡറായിരുന്നു. പക്ഷേ ഇവർ വ്യാജ ഗ്യാരണ്ടീൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി. കോൺഗ്രസ് പാർട്ടീൻ്റെ നുണ രാഷ്ട്രീയത്തിൻ്റെ ഒരു ക്ലിയർ ആയിട്ടൊരു ഉദാഹരണമാണ് തെലങ്കാനയിൽ അവരുടെ വാഗ്ദാനവും ഇന്ന് ആ വാഗ്ദാനം പാലിക്കാത്ത കോൺഗ്രസ് സർക്കാർ. ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇവിടെ വന്ന് കോൺഗ്രസിന് വേണ്ടി പ്രചരണം ചെയ്യുന്നത്. അദ്ദേഹം ഇവിടെ വന്നിട്ട് പിണറായി വിജയനോട് പറയാണ്, പോ മോനെ. ഇതിപ്പോൾ ഒരു പാർട്ടി വാക്ക് പാലിക്കാത്ത ഒരു പാർട്ടി മറ്റേ വാക്ക് പാലിക്കാത്ത പാർട്ടിക്ക് ഒരു ഉപദേശം കൊടുക്കുമ്പോൾ എന്ത് സ്ഥിതിയല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊന്ന്. കോൺഗ്രസ് മുസ്ലിം ലീഗ് തമ്മിൽ എന്താണ് ഡീൽ? അത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം കോൺഗ്രസിനെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് LDFും UDFും അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ ലവ് ജിഹാദ് നടപ്പാക്കും എന്ന PK കൃഷ്ണദാസിന്റെ പ്രസ്താവന തള്ളി BJP. ലവ് ജിഹാദിൽ BJPക്ക് ഇങ്ങനെയൊരു അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിൽ പ്രകടന പത്രികയിൽ അത് പറയുമായിരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. കേട്ടിട്ടില്ല, അങ്ങനെ ഞങ്ങൾക്ക് അഭിപ്രായം അല്ല. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. സുരക്ഷിത കേരളം എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷെ അതൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ മാനിഫെസ്റ്റോ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത് കൃത്യമായി ഞങ്ങൾ മാനിഫെസ്റ്റോ, നല്ല മാനിഫെസ്റ്റോ ആണ്. 4.5 മാസം അധ്വാനിച്ചുണ്ടാക്കിയ മാനിഫെസ്റ്റോ ആണ്. അതിലൊന്നുമില്ല. കാസർകോട്ടെ LDF സ്ഥാനാർത്ഥിക്ക് എതിരായ മുനാഫ് വിവാദത്തിൽ ലീഗ് വനിതാ നേതാവിനും നേതൃത്വത്തിനുമെതിരെ സമസ്തയിൽ എതിർപ്പ് ശക്തമാകുന്നു. വനിതാ ലീഗ് നേതാവ് ഐഷത്ത് ഫർസാനയാണ് പ്രചരണത്തിനിടെ സ്ഥാനാർത്ഥിക്ക് എതിരെ കപട മതവിശ്വാസി എന്ന പ്രയോഗം നടത്തിയത്. വിശ്വാസിയായ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂറിനെ മുനാഫിക് എന്ന് വിളിച്ചത് ഗൗരവതരമെന്ന് കുമ്പോൾ സെയ്ദ് അലി തങ്ങൾ നിലപാട് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സഭ്യേതര വാക്കുകൾ ഒഴിവാക്കണമെന്നും നാടിന്റെ വികസനം പറഞ്ഞ് വോട്ട് തേടണമെന്നും കുമ്പോൾ സെയ്ദ് അലി തങ്ങൾ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂറിനെ മുനാഫിക് എന്ന് വിളിച്ചതിനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. സ്വീകരണ പര്യടനത്തിനെതിരെ കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റിയെ അസഭ്യം വിളിച്ചെന്ന് പരാതി. 2 CPM പ്രവർത്തകർക്കെതിരെ കേസ്. കുഴിമതിക്കാട് സ്വദേശി പ്രസാദ്, ചൂരപ്പൊയ്ക സ്വദേശി സതീഷ് എന്നിവർക്കെതിരെയാണ് കേസ്. വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് എഴുകോൺ പോലീസ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചത് അടക്കമുള്ള വകുപ്പുകൾ ഇരുവർക്കുമേൽ ചുമത്തിയിട്ടുണ്ട്. വയനാട് തുരങ്കപാത നിർമ്മാണത്തിനെതിരെ പ്രകൃതി സംരക്ഷണ സമിതി നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. തുരങ്കപാത പ്രധാനപ്പെട്ടതെന്നും സംസ്ഥാനത്തിന്റെ ജീവനാഡിയാണെന്നും കോടതി നിരീക്ഷിച്ചു. നിർമ്മാണത്തിനുള്ള നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ ചെന്നൈ ഗ്രീൻ ട്രിബ്യൂണലിനെ സമീപിക്കാമെന്നും കോടതി നിർദ്ദേശം. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ജിഷ്ണു, വയനാട് തുരങ്കപാത നിർമ്മാണത്തിനെതിരെ പ്രകൃതി സംരക്ഷണ സമിതി നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്.
കോടതി പറയുന്നു തുരങ്കപാത പ്രധാനപ്പെട്ടതാണ്, അത് സംസ്ഥാനത്തിൻ്റെ ജീവനാഡിയാണ് എന്ന് പറയുന്നു. അത് ശരിയാണ്. പക്ഷേ ഈ ഹർജിക്കാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, ഈ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയ ആളുകൾ ഉന്നയിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഹർജിക്കാർ മുന്നോട്ട് പോവുക? പ്രകൃതി സംരക്ഷണ സമിതി എങ്ങനെയാണ് ഇതുമായി ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടുള്ള ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു വയനാട് പ്രകൃതി സംരക്ഷണ സമിതി സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഹർജി പരിശോധിച്ചു. കോടതി ചില നിരീക്ഷണങ്ങളാണ് ഈ കേസിൽ നടത്തിയത്. കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനോ ഹൈക്കോടതി വിധിയിൽ ഇടപെടാനോ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. പകരം ചില നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി നടത്തി. അതിൽ ഏറ്റവും പ്രധാനമായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് അത്രയധികം ജനസാന്ദ്രതയുള്ള കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു പദ്ധതി അനിവാര്യമാണ്. മുൻപും നിരവധി പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പരിസ്ഥിതിക്ക് ആഘാതം വരുത്താതെ തന്നെ തുരങ്കപാത നിർമ്മാണം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വിധിയിൽ ഇടപെടുകയോ ഈ തുരങ്കപാത നിർമ്മാണം തടയുകയോ വേണ്ട എന്നുള്ളൊരു നിരീക്ഷണമാണ് നിലവിൽ സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. പകരം ഹർജിക്കാരോട് കോടതി നിർദ്ദേശിച്ചത് നിർമ്മാണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ നാഷണൽ ഹരിത ട്രൈബ്യൂണലിനെയും ഗ്രീൻ ട്രൈബ്യൂണലിനെ ഇവർക്ക് സമീപിക്കാൻ സാധിക്കും. ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ചെന്നൈ ബെഞ്ചിന് മുമ്പിലേക്ക് ഈ വിഷയം ഉന്നയിക്കാം. വേണമെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് ഗ്രീൻ ട്രൈബ്യൂണലിന് ഒരു സ്വതന്ത്ര നിരീക്ഷകനെ നിയമിക്കാനോ നിയോഗിക്കാനോ സാധിക്കും. അത്തരത്തിൽ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്നുള്ളൊരു നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത് ആനക്കാംപൊയിൽ മുതൽ വയനാട് വരെ ഈ തുരങ്കപാത നിർമ്മാണം നടത്തുമ്പോൾ അത് പരിസ്ഥിതിക്ക് വലിയ ആഘാതമുണ്ടാക്കും. ആ മേഖലയിലെ പരിസ്ഥിതിയാകെ തകർക്കുന്ന പദ്ധതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സമാന്തരമായി മറ്റ് പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയും ഹൈക്കോടതി വിധിയിൽ ഇടപെട്ടുകൊണ്ട് നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യമായ ഇടപെടലുകൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നായിരുന്നു ഹർജിക്കാർ വാദിച്ചത്. എന്നാൽ ആ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാകാതെ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ഹർജി സുപ്രീം കോടതി തള്ളുകയും തുരങ്കപാത നിർമ്മാണം അനിവാര്യമാണെന്നും അതിൽ ദേശീയ താൽപ്പര്യമുണ്ട്, സംസ്ഥാനത്തിന്റെ യാത്രാ പ്രശ്നങ്ങൾക്കും ഗതാഗത കുരുക്കിനും അനിവാര്യമായ പദ്ധതിയാണ് തുരങ്കപാത നിർമ്മാണം. ഭാവിയിൽ നിർമ്മാണ കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വയനാട് തുരങ്കപാത നിർമ്മാണത്തിനെതിരെ പ്രകൃതി സംരക്ഷണ സമിതി നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. ഇപ്പോൾ VD സതീശൻ സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. ആ 50,000 കൂടി ഇവരുടെ 5 ലക്ഷത്തിൽ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ 10 വർഷം കൊണ്ട് 4.5 ലക്ഷം വീടും ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 5 ലക്ഷം വീടുമാണ് പണിതത്. അപ്പോൾ ആ ഭവന നിർമ്മാണത്തിൻ്റെ കാര്യം 10 കൊല്ലം കൊണ്ടാണെന്നുള്ളത് മറച്ചു വെച്ചിട്ടാണ് ഈ പ്രോഗ്രസ് കാർഡ് ഇറക്കിയിരിക്കുന്നത്. രണ്ടാമത് 2021 തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്തായിരുന്നു? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2500 രൂപയാക്കുന്നു. എന്നിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിക്കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുമ്പ് തൊട്ട് മുമ്പ് 4.25 കൊല്ലം 1600 രൂപ തന്നെയായിരുന്നു. 1 രൂപ കൂട്ടിയില്ല, വാഗ്ദാനമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ 400 രൂപ കൂട്ടി. അപ്പോൾ ഇവർ പറഞ്ഞ 2500 എവിടെ പോയി? അപ്പോൾ ജനങ്ങളെ കബളിപ്പിച്ചു. ഞങ്ങൾക്ക് 1600 രൂപയുടെ പെൻഷൻ 2500 ആക്കി തരാം എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് തേടി അധികാരത്തിൽ വന്ന ആളുകൾ 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടാതെ അവസാനത്തെ 3 മാസം തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകത്ത് 400 രൂപ കൂട്ടി. അപ്പോൾ 2500 ആക്കിയില്ല. എന്താ പറഞ്ഞത്? റബ്ബറിന് 250 രൂപ ആക്കുമെന്ന് പറഞ്ഞു. അത് പാലിച്ചോ? മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂരിൽ പുറത്തിറക്കിയ LDF സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇടുക്കിയിൽ. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ സംവിധായകൻ രഞ്ജിത്തിന് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ്. ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ച ശേഷം വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. ഇന്ന് വൈകിട്ട് 4 മണി വരെയാണ് രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് എങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തെളിവെടുപ്പ് പൂർത്തിയായി ഉടൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയായിരുന്നു. പോലീസ് കസ്റ്റഡി അവസാനിച്ചതിനാൽ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ പരിഗണിച്ചേക്കും. യുവനടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലുള്ള സംവിധായകൻ രഞ്ജിത്തിനെ ഫോർട്ട് കൊച്ചി ആസ്പിൻവാൾ പരിസരത്തും എറണാകുളം പോലീസ് ആംഡ് റിസർവ് ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുള്ള കാരവാനിൽ ബന്ധിച്ച് തെളിവെടുത്തിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ഉടൻ മജിസ്ട്രേറ്റിന് മുമ്പിൽ രഞ്ജിത്തിനെ ഹാജരാക്കി. തുടർന്ന് എറണാകുളം സബ് ജയിലിലേക്ക് രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തു. രഞ്ജിത്ത് ഇതുവരെ അന്വേഷണവുമായി സഹകരിച്ചുവെന്നും സെറ്റിൽ ഉണ്ടായിരുന്ന ചിലർക്ക് അതിക്രമത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. ഇതിലെ അന്വേഷണത്തിന്റെ ഭാഗമായാണ്
ഇതുവരെ നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം കാരവനിൽ അദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് ഇതുവരെ തെളിവായിട്ടുള്ളത്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അന്വേഷണത്തിൽ ഭാഗമായിട്ട് വന്നെങ്കിൽ പിന്നെ നടപടി എടുക്കാം. അല്ല, ഇതുവരെ ഉള്ളതിൽ അദ്ദേഹം മാത്രമാണ്. പിന്നെ അത് നമുക്ക് ഇതിൽ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ഇതുവരെ ഉള്ള തെളിവ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അതേ മാത്രമാണ്. പ്രതി സഹകരിക്കുന്നതുണ്ട്. പിന്നെ ഇന്നും കുറച്ചുകൂടി ചോദ്യം ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എവിഡൻസ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്, ഡിജിറ്റൽ തെളിവുകൾ ഇതെല്ലാം കുറച്ച് അനലൈസ് ചെയ്തിട്ട് പിന്നെ മറ്റൊരു പ്രാവശ്യം തെളിവെടുപ്പ് കസ്റ്റഡി ആവശ്യപ്പെടും. രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് കൊച്ചി DCP അശ്വതി ജിജി പറഞ്ഞു. സംഭവത്തിന് ശേഷം രഞ്ജിത്ത് അതിജീവിതയെ ഫോണിൽ വിളിച്ചിരുന്നു. എന്നാൽ അതിജീവിത ഫോൺ എടുത്തില്ല എന്നും DCP പറഞ്ഞു. CCTV എവിഡൻസ് ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഫോൺ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. മറ്റാൾക്കാരോട് ഇവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കൺവീനിയൻസ് ആണല്ലോ, ഇവരുടെ കംഫർട്ട് അനുസരിച്ചല്ലേ കംപ്ലയിൻറ്റ് ഫ്രണ്ടിലോട്ട് വരണമെങ്കിൽ അവർ തന്നെ വരണമല്ലോ. സെറ്റിൽ നിന്ന് ഇവർ പോയതിന് ശേഷം വിളിച്ചിട്ടുണ്ട്. തിരിച്ചു വരാൻ പറയാനായിരിക്കും വിളിച്ചിട്ടുണ്ട്. അതെ, അതിപ്പോൾ സെറ്റിൽ നിന്ന് ഒരു വർക്കർ പോകുമ്പം ഓണർ കോൺടാക്ട് ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരു രീതിയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അന്നാണ് അപ്പോൾ അവർ പോയി എന്നറിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ അറ്റൻഡ് ചെയ്തതായിട്ട് കാണുന്നില്ല. പോലീസ് ചോദ്യം ചെയ്യലിൽ തനിക്കെതിരെയുള്ള ലൈംഗികാതിക്രമ ആരോപണം രഞ്ജിത്ത് നിഷേധിച്ചു. ജനുവരി 30-ന് ഫോർട്ട് കൊച്ചി ലൊക്കേഷനിൽ രഞ്ജിത്ത് യുവനടിയോട് മോശമായി പെരുമാറിയെന്നാണ് പരാതി. അമൃത ന്യൂസ്, കൊച്ചി. അമേരിക്കയ്ക്കുള്ള തിരിച്ചടി കനത്തതായിരിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തോട് ഇറാന്റെ പ്രതികരണം. ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കണമെന്ന തന്റെ അന്ത്യശാസനം ഇറാൻ ലംഘിച്ചാൽ ആ രാജ്യത്തെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ചൊവ്വാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് എല്ലാ കപ്പലുകൾക്കുമായി ഇറാൻ തുറന്നുകൊടുക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. അതേസമയം ട്രംപിന്റെ ഭീഷണിയെ ഇറാൻ പരിഹസിച്ച് തള്ളി. ഇറാൻ സൈന്യം എന്തിനും സജ്ജമാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പ്രതികരിച്ചു. ഭീഷണി നിലനിൽക്കുമ്പോഴും ഇറാനുമായി ധാരണയിലെത്താൻ നല്ല സാധ്യതയുണ്ട് എന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഹോർമൂസ് കടലിടുക്ക് വഴി 24 മണിക്കൂറിനിടെ 15 കപ്പലുകൾ കടന്നതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അബുദാബിക്ക് നേരെ ഇന്നും ഇറാന്റെ ആക്രമണം. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ഒരാൾക്ക് പരിക്കേറ്റു. മുസഫ ഐക്കാർഡ് സിറ്റിയിലെ കമ്പനിയിലാണ് മിസൈൽ ഭാഗങ്ങൾ പതിച്ചത്. ആക്രമണത്തിൽ ഗാന സ്വദേശിക്കാണ് പരിക്കേറ്റത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യയും ചൈനയും സംയുക്ത ശ്രമം നടത്തുമെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് അറിയിച്ചു. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യാസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യാസ് പ്രൈഡ്. തൃശൂർ വാടാനപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കിറ്റ് വിതരണം ചെയ്ത സംഭവത്തിൽ കേസെടുത്തു. ഗോഡൌൺ ഉടമയ്ക്കും ഓർഡർ നൽകിയ വ്യക്തിക്കെതിരെയുമാണ് കേസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാടാനപ്പള്ളി പോലീസിന് നൽകിയ പരാതിയിലാണ് കേസ്. വാടാനപ്പള്ളി സെന്ററിനടുത്ത് പ്രവർത്തിക്കുന്ന ചാമ്പ്യൻസ് എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിലായിരുന്നു കിറ്റ് തയ്യാറാക്കിയിരുന്നത്. 1500-ലധികം കിറ്റുകളാണ് പാക്ക് ചെയ്ത് വെച്ചിരുന്നത്. BJPയുടെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം നടത്താനായിരുന്നു ലക്ഷ്യമെന്നാണ് ആരോപണം. എന്നാൽ സംഭവത്തിന്റെ ഉത്തരവാദിത്വം BJP ഏറ്റെടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം നാടകീയ സംഭവങ്ങളായിരുന്നു വാടാനപ്പള്ളിയിൽ അരങ്ങേറിയത്. പ്രതിഷേധത്തിൽ പങ്കെടുത്ത TN പ്രതാപനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. പോലീസിലെ ചില ഉദ്യോഗസ്ഥരും BJPക്ക് സഹായം നൽകുന്നുവെന്ന് TN പ്രതാപൻ ആരോപിച്ചു. കേരളത്തിലും അത്തരമൊരു കഠിനമായ ശ്രമമാണ് BJP നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മണലൂർ നിയോജക മണ്ഡലത്തിൽ പണവും കിറ്റും വിതരണം, സാരി വിതരണം ഉൾപ്പെടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതാണ് ഇന്നലെ ഈ മിനിയാന്നുമായി UDF കണ്ടുപിടിച്ചത്. കേന്ദ്രാധികാരവും പണവും ഉപയോഗിച്ച BJP ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറും പറഞ്ഞു. തൃശൂർ ഒളരിയിലും വാടാനപ്പള്ളിയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ അത് പിടിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ പലയിടങ്ങളിലും പണം വിതരണം ചെയ്യുന്നുണ്ട്. ഇത് കേന്ദ്ര മന്ത്രിമാരുടെ, ഇതര സംസ്ഥാനങ്ങളിലെ MP-മാരുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. BJP നേതാവായ ആളാണ് ഒളരിയിൽ കിറ്റ് വിതരണം നടത്തിയതെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ ആരോപിച്ചു. നിലനിൽക്കുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്.
BJP സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കും പരാജയപ്പെടുമെന്നതിനേക്കാൾ BJP ഒരിക്കലും തൃശ്ശൂർ ജില്ലയിൽ ഒരു സീറ്റ് ജയിക്കാൻ പോകുന്നില്ല. സംഭവത്തിൽ കിറ്റുകൾ ഒരുക്കിയ ഗോഡൌൺ ഉടമയ്ക്കെതിരെയും ഓർഡർ നൽകിയ വ്യക്തിക്കെതിരെയും വാടാനപ്പള്ളി പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ നടന്ന കിറ്റ് വിവാദം BJPയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. നാടിനു വേണ്ടി പ്രവർത്തിച്ചാൽ അത് ലോകത്തിന് ആകെ ഗുണം ചെയ്യുമെന്ന് RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ഭാരതീയ സംസ്കാരത്തിന് അനുകൂലമായ അന്തരീക്ഷമല്ല പുറത്തുള്ളത്. മയക്കുമരുന്ന് ഉപയോഗം ഉൾപ്പെടെ കൂടി. ഇത് കുടുംബത്തെ മാത്രമല്ല നാടിനെ ആകെ നശിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബാലഗോകുലത്തിന്റെ സുവർണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചിയിൽ നടക്കുന്ന ബാലനേതൃ ശിബിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സർസംഘചാലക്. യോഗത്തിൽ ബാലഗോകുലം സംസ്ഥാന പ്രസിഡന്റ് R പ്രസന്നകുമാർ അധ്യക്ഷനായി. ബാലഗോകുലം സംസ്ഥാന പൊതുകാര്യദർശി KN സജികുമാർ, കാര്യദർശി VJ രാജ്മോഹൻ, സ്വാഗത സംഘം ചെയർമാൻ TS പട്ടാഭിരാമൻ, ഡോക്ടർ R വെങ്കട്ടരാമൻ എന്നിവർ ഉദ്ഘാടന സഭയിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ബാലപ്രതിഭകൾ ചേർന്ന് ചിരാതുകൾ തെളിയിച്ചു. ഇന്നും നാളെയും വിവിധ സെഷനുകളിലായി പ്രമുഖർ ശിബിരം നയിക്കും. വിവിധ ബാലഗോകുലങ്ങളിൽ നിന്നായി 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന 3500ഓളം കുട്ടികളാണ് ശിബിരത്തിൽ പങ്കെടുക്കുന്നത്. നാളെ വൈകിട്ട് 5-ന് ചേരുന്ന സമാപന സഭ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. मनुष्य के जीवन को खराब कर देता है. उसका अपना जीवन खराब होता है, उसके परिवार की शांति बिगड़ जाती है और कुछ भी साध्य नहीं है. ഇടതുകോട്ടയായ മലമ്പുഴ മണ്ഡലം പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് 3 മുന്നണികളും. LDFന്റെ സ്ഥാനാർത്ഥിയും MLAയുമായ A പ്രഭാകരനും NDAയുടെ സ്ഥാനാർത്ഥിയായി C കൃഷ്ണകുമാറും UDFന്റെ സ്ഥാനാർത്ഥിയായി VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന A സുരേഷും രംഗത്ത് എത്തിയതോടെ മലമ്പുഴയിൽ മത്സരം കടുക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷത്തെ എന്നും പിന്തുണച്ചിട്ടുള്ള മണ്ഡലമാണ് മലമ്പുഴ. VSനോടൊപ്പം നിന്നിട്ടുള്ള മണ്ഡലം. ഇടത് വേരോട്ടം അത്രത്തോളമുള്ള മണ്ഡലത്തിൽ ഇത്തവണ പോരാട്ടം കനക്കും. നിലവിലെ സിറ്റിംഗ് MLA A പ്രഭാകരനാണ് LDFനായി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുവെന്നും ഇടതിനൊപ്പം തന്നെ ഇത്തവണയും ജനങ്ങൾ നിൽക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലുമാണ് A പ്രഭാകരനുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ഇടതടവില്ലാതെ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. എല്ലാ സ്കൂളുകൾക്കും പുതിയ കെട്ടിടങ്ങൾ, അംഗനവാടി കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനം മണ്ഡലത്തിലെ ഒരുപക്ഷെ ഈ മണ്ഡലം ഉണ്ടായതിനു ശേഷം ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലൊക്കെ ഇടപെടാൻ വല്ലാതെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അംഗീകാരം നാട്ടുകാർക്കുണ്ട്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ, അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ 2021 തെരഞ്ഞെടുപ്പിൽ 50,000-ന് മുകളിൽ വോട്ടുകൾ നേടിയാണ് 2ാം സ്ഥാനത്തെത്തിയത്. ഇത്തവണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം മലമ്പുഴയിൽ ആവർത്തിക്കുമെന്നാണ് C കൃഷ്ണകുമാർ പറയുന്നത്. ഇടതുപക്ഷത്തിന് ഒരു കാലത്ത് ശക്തമായിട്ടുള്ള അടിത്തറയുണ്ടായിരുന്നു. ഇന്ന് അടിത്തറയൊക്കെ ഇളകി കഴിഞ്ഞിരിക്കുക. അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് 38 വർഷമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്നു. ആ ഗ്രാമപഞ്ചായത്ത് BJP ഭരണത്തിലാണ്. തൊട്ടടുത്ത മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഒരു സീറ്റ് നഷ്ടപ്പെട്ടത് 7 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ്. ആ സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ മലമ്പുഴ പഞ്ചായത്ത് BJPയാണ് ഭരിക്കുക. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള വേരോട്ടമുണ്ട്. UDF മുന്നണി സ്ഥാനാർത്ഥിയായി ഇറക്കുന്നത് ഒരുപാട് വർഷം VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന A സുരേഷിനെയാണ്. CPM വിട്ട് സുരേഷിനെ മത്സരിപ്പിക്കുന്നത് ഇടത് വോട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ചരിത്ര വിജയം ഉണ്ടാവും. ഇത്തവണ 60 വർഷമായി മലമ്പുഴ മണ്ഡലം രൂപീകരിച്ചിട്ട് ഇന്നേ വരെ ഒരു UDFന്റെ സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല. ഇത്തവണ വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ആളുകൾ വല്ലാതെ പോസിറ്റീവായി റെസ്പോൺസ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ഇത്തവണ മലമ്പുഴ കൈപിടിക്കും. ഇടതുകോട്ടയിൽ 3 മുന്നണികളും മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയതോടെ മലമ്പുഴയിൽ ഇക്കുറി ശക്തമായ ത്രികോണ മത്സരം ഉറപ്പായി. അമൃത ന്യൂസ്, പാലക്കാട്. IPLൽ ഇന്നത്തെ മത്സരം കൊൽക്കത്തയും പഞ്ചാബും തമ്മിലാണ്. രാത്രി 7:30 മുതൽ കൊൽക്കത്ത ഈഡൻ ഗാർഡനിലാണ് മത്സരം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.